എനിക്ക് പണക്കാരിയാകണം. ഞാനൊരു സ്ഥലം വാങ്ങിക്കാൻ പോവാണ്. എനിക്ക് വലിയ നിധി കൂമ്പാരമുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. ട്രഷർ ഹണ്ടർ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 1 കോടി കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ കേരളത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ടാണോ? ഉണ്ടാവുന്നില്ലല്ലോ. എന്തുകൊണ്ടുണ്ടാകത്ത്? ട്രഷർ ഹണ്ട് ചെയ്യാന്ന് പറഞ്ഞത് പറ്റുന്നതാണത്. ഈ നമ്മള് അലാവുദ്ദീനും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ ഒരു കഥ കിട്ടിയില്ലേ അല്ലേ? അപ്പൊ ഒരു വിളക്ക് കിട്ടുന്ന ചോദിച്ചപ്പോ ഇത് നരേന്ദ്രമോദിന്റെ അടുത്ത് ചോദിച്ചു ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാം, ആ കഥയാണ് കുറെ ആളുകളെ മടിയന്മാരാക്കിയത്. ഇന്ത്യൻ മൈൻഡ് സിസ്റ്റത്തിന് കുറെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കഥയാണത്. സർ, എനിക്ക് പെട്ടെന്നൊരു ദിവസം എനിക്ക് പണക്കാരിയാകണം. ഞാനൊരു സ്ഥലം വാങ്ങിക്കാൻ പോവാണ്. എനിക്ക് വലിയ നിധി കൂമ്പാരമുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതെങ്ങനെയാ പറ്റുക? ഇതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനായിരിക്കും ആളുകൾ ഇന്നെ വിളിച്ചത്. ഞാനത് നിശാന്തോപ്പില് വാസ്തുക്കാരൻ പോയിട്ട് നിധി ട്രഷർ ഹണ്ടറായി. അത് ഇങ്ങനെയുള്ളതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരാറുണ്ട്. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. റിയലി കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് സൈഡിലുള്ള ഒരു പ്രശ്നമാണത്. കാസർഗോഡ് സൈഡിലുള്ള ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് അറിയോ? നിധി കിട്ടുക, ലോട്ടറി അടിക്കുക, ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകസ്മികമായിട്ടുള്ള ഒരുപാടുള്ള ധനം വരിക നല്ലതാണ്. നല്ലൊരു എന്താ പറയുക, എന്താ പറയുക, ഒരു എന്താ എരും പുളിയൊക്കെ ഉള്ള വിഷയമാണ്. പക്ഷെ യഥാർത്ഥത്തിലുണ്ടല്ലോ നമ്മൾ അധ്വാനം കൊണ്ടുള്ളതാണ് നിലനിൽക്കുക. അല്ല, ഞാനിതിന് ഇതായി പറയല്ലോ, കണ്ടെത്താൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മളെ പെൻഡുലം എന്നൊക്കെ ഉപയോഗിക്കുന്നത്. പെൻഡുലം എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 1 കോടി കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ കേരളത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ടാണോ? ഉണ്ടാവുന്നില്ലല്ലോ. എന്തുകൊണ്ടുണ്ടാകത്ത്? കാരണം ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന പൈസയില് അധ്വാനമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. അപ്പൊ ഇയാൾക്ക് ലോട്ടറി അടിച്ചിട്ട് ഈ പൈസ കിട്ടിയിട്ട് അതിന് കണക്കായിട്ടുള്ള ആക്ഷൻ പാർട്ട് അയാളത് വന്നിട്ടില്ല. ആസ് എ റിസൾട്ട് ആ ധനം അവിടെ നിന്നോളന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നല്ല അടിച്ചു പൊളിച്ചിട്ട് ജീവിക്കും. പിന്നെ അങ്ങോട്ടേക്കെല്ലാം മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ പഴയതിൽ തന്നെയായി. എന്നാലും എന്താ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ഇവന്റെ ഇതിൽ ഇത്രയും ഇൻകം വന്നല്ലേ. അതെ, ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവാവിന് ഓണം ബമ്പർ അടിച്ച് കോടികൾ കിട്ടുന്നു. അദ്ദേഹം അത് ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ബിസിനസ് നടത്തുകയാണ്, ഒരു ഹോട്ടൽ ബിസിനസ്. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്തത് കൊണ്ട് ആ പണം ബുദ്ധിപരമായിട്ടുള്ള ഇവിടെ വാസ്തു സഹായിക്കുന്നത്. ഇവിടെ വാസ്തു സഹായിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി ട്രഷർ ഹണ്ട് ചെയ്യുക എന്ന് പറഞ്ഞത് പറ്റുന്നതാണത്. ഞാൻ അതെന്താ പറയാത്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പിന്നെ അതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വിളിക്കുക. സാറേ, ഞങ്ങളവിടെ ഒരു ഇതുണ്ട്. അതിനുള്ള വഴികളൊക്കെ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, കണ്ടെത്താനും പറ്റും. പക്ഷേ ഒരുപാട് അതിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, എന്നാള് രാഷ്ട്രീയം പറയുന്നൊന്നുമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട്. അപ്പോൾ ഈ നമ്മള് അലാവുദ്ദീനും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞൊരു കഥ കിട്ടിയില്ലേ അല്ലേ? അപ്പൊ ഒരു വിളക്ക് കിട്ടുന്ന ചോദിച്ചപ്പോ ജിന്ന് പ്രത്യക്ഷപ്പെടുന്ന എന്താണ് വേണ്ടത് മേരെ ആക്ക ചോദിക്കുകയാണ്. അപ്പൊ അത് കൊടുക്കണം അല്ലേ? അപ്പോ ഇത് നരേന്ദ്രമോദിന്റെ അടുത്ത് ചോദിച്ചു ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാം, ആ കഥയാണ് കുറെ ആളുകളെ മടിയന്മാരാക്കിയത്. ഇന്ത്യൻ മൈൻഡ് സിസ്റ്റത്തിന് കുറെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കഥയാണത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ടും ഉരച്ചിട്ടും ഇതാക്കിയിട്ടും ഒക്കെ അധ്വാനത്തിന്റെ ഭംഗി മനസ്സിലാകാണ്ട് വെറുതെ ഇരുന്ന് അങ്ങോട്ടാണ് ഒരു ജിന്നിനെ വേണോ, അങ്ങനെ ഒരു ജിന്നിനെ കിട്ടുമെന്നാണ് എല്ലാവരും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്താ പറയാ, അപ്പൊ റഫീഖിനോട് ചോദിക്കുക, റഫീഖ് നിനക്ക് വലുതായിട്ട് എന്താണ്ട്? എനിക്കൊരു വലിയൊരു CEO ആണ് ടീച്ചറെ, എനിക്ക് ഒരു CEO ആയിട്ട് വേണോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് US നിന്നാണോ, വൈകുന്നേരം റഷ്യ നിന്നാണോ, അടിപൊളിയായിട്ടുള്ള ഫ്ലൈറ്റ് വേണോ, ജെറ്റ് വേണോ, മതി അത്ര പറഞ്ഞാൽ മതി. അടുത്തത് എത്രയൊന്നും വിവരിച്ചിട്ടൊന്നും പറയണ്ട. ഫാത്തിമ, നിനക്കെന്താണ്ട്? എനിക്ക് റഫീഖിന്റെ ഭാര്യയാണ്. കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ അല്ല പറയാണ്. ഇതാ അപ്പൊ എല്ലാവരും ഈ ഒരു ഇതാണ് ആലോചിക്കുന്നത്. എനിക്ക് റഫീഖിന്റെ ഭാര്യയായി മതി, സിമ്പിളായിട്ട് ആൻസർ ചെയ്തു, സിമ്പിളായി അല്ല പറയാണ്. അതേമാതിരി സിമ്പിളായിട്ടാകാം. പക്ഷേ നമ്മൾക്ക് ഓരോരോ വ്യക്തിക്ക് ഓരോ കർമ്മമുണ്ട്.
അതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് യൂണിവേഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിൽ വന്നത്. ഇപ്പൊ പറയാണ്, അപ്പൊ ആ ഒരു കോൺട്രിബ്യൂഷന്റെ ഇതിൽ നിൽക്കുന്നതാണ് എന്നും നമുക്ക് സ്വസ്ഥത തരിക, നിലനിൽക്കുക. നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് നിധി കിട്ടി, നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. കള്ളം വരുമോ, ഇനി സംഭവിക്കുമോ? അല്ല, ഇത് ഞാൻ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല കേട്ടോ. അല്ല, പക്ഷെ പറയുക അതാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോണതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് നമുക്കുള്ളത്. അതായത് ഇന്റർനാഷണലി സെല് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് നമുക്കുള്ളത്. നമ്മൾ അതിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആവശ്യമുള്ളതിനോ ആവശ്യമില്ലാത്തതിനോ അല്ല. നമ്മൾ സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു നിധി. ടൈമിനെ എങ്ങനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക, അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ സമ്പന്നനാകാം, എങ്ങനെ സമൃദ്ധിയിൽ ജീവിക്കുക, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള, ഇപ്പൊ എനിക്ക് 24 മണിക്കൂറാണുള്ളത്, നരേന്ദ്രമോദിക്ക് 24 മണിക്കൂറാണുള്ളത്. അപ്പൊ ഞാൻ നരേന്ദ്രമോദിനെ അറിയുന്നോ? അല്ല, കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യാന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമ്മളെ ആളുകളുടെ പ്രശ്നം എന്താ? ഒന്നുമില്ല, ഇത് ഇങ്ങനെ തോണ്ടിയിട്ട് നേരം വെളുക്കുമ്പോഴാണ് പിന്നെ അറിയാം. അപ്പൊ പ്രോപ്പർലി ഉറക്കമില്ല, പ്രോപ്പർലി വർക്കില്ല, ഈ ബ്രെയിൻ ആകെ സ്റ്റക്ക് ആകുകയാണ് ചെയ്യുന്നത്. അല്ല, ഇത് തെറ്റും കുറ്റം പറയല്ല കേട്ടോ അത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഏറ്റവും വലിയ നിധി നിങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങളെ കയ്യിലുള്ള നിധി നിങ്ങളെ സമയമാണ്. ഈ സമയത്തിനെ നമ്മൾ പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ട് എനിക്കെന്താ കിട്ടുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്താ കൊടുക്കുക, എന്ത് ചെയ്യാം. എനിക്കിപ്പോൾ അതെന്ന് പറഞ്ഞാൽ കിട്ടണം എന്നുള്ള ആശയത്തിലല്ല. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ എന്താണെന്ന് അറിയോ, ബിസിനസ് തുടങ്ങാൻ എല്ലാവരും പൈസക്കാരനാകാമെന്നാണ് പറയുക. പക്ഷേ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയോ ഫാമിലീനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ ബിസിനസ്, ഇന്നിപ്പോൾ എൻ്റെ കീഴിൽ 6 പേരുണ്ട് വർക്കിന്. അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് ഒരു 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ കീഴിൽ ഞാൻ എത്ര ഫാമിലിനെയും കൂടി കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അപ്രോച്ചിലാണെങ്കിലോ ബിസിനസ് വളരില്ലേ? പക്ഷെ അതിന്റെ ഇത്രയേ ഉള്ളൂ, അതിന്റെ ആ കൺസെപ്റ്റും ആ അപ്രോച്ചുമാണ് മാറുന്നത്. അപ്പൊ നമ്മളെ ഉള്ളിൽ തന്നെയുള്ള ഒരു നിധി ട്രഷറൊക്കെ ഇങ്ങോട്ടേക്ക് ഉണരാൻ തുടങ്ങും. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താ, നമ്മളൊരു നിധിക്കുമ്പാരത്തിന് വേറെ നമുക്ക് ഇരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇങ്ങനെ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞ ആവശ്യമായി വന്നാൽ എന്താണ് അവരോട് പറയുക? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ എനിക്ക് നാളെ ഒരു ലോട്ടറി അടിച്ചു, ഇപ്പൊ സാറിനോട് സംസാരിച്ചത് വെച്ച് എനിക്ക് തോന്നുകയാണ്, അയ്യോ എനിക്ക് അർഹിക്കാത്ത പൈസ കിട്ടി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, പേടി ഉണ്ടാവുമല്ലോ? ഇല്ല, അതൊന്നും വരില്ല. ഇതിപ്പോൾ അർഹിക്കാത്ത പൈസ കിട്ടിയാലും ശരി, അർഹിക്കുന്ന പൈസ കിട്ടിയാലും ശരി, പൈസ കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരുമൊന്നുമില്ല. എന്താ പറയാ, ഈ കള്ളം കണ്ടുവിട്ടാണ്ട് നോക്കാതെ, അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന 2 ആളുകളാണ്. ഒന്ന് ഞാനും 2 കള്ളന്മാരും. കാരണം കള്ളന്മാരെ വിചാരിക്കുന്നത് നന്നായി സ്വസ്ഥമായിട്ട് കടന്നുറങ്ങണം എന്നൊക്കെ അല്ല പറയുന്നതാണ്. ഈ ലോട്ടറി അടിക്കണം എന്ന് പറയുന്ന ചിന്താഗതിക്കൊന്നും കുഴപ്പമില്ല. ഒന്ന്, ആ വീട്ടില് പ്രോപ്പറായിട്ട് ധനം വരാനുള്ള യോഗം വരുന്ന തരത്തിൽ ആ വീട്ടിലെ വാസ്തുവിനെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ലോട്ടറികളും ആ വീട്ടിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ലോട്ടറി ആകാം, ക്രിപ്റ്റോ കറൻസി ആകാം, എന്തും ആകാം, അതിലൂടെയൊക്കെ വരാം. അപ്പൊ അത് പ്രോപ്പർലി യൂണിവേഴ്സിന്റെ ഒരു റിസീവറായി മാറണം. ആ രീതിയിൽ ഇപ്പം ബിസിനസ് ആയാലും ശരി, വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിലും ശരി, എന്തിലായാലും അത് പ്രോപ്പർലി വാസ്തുപ്രകാരമാണോ അവിടെ എത്തിക്കോളും. അത് അല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെ അലിഞ്ഞു തിരിഞ്ഞിട്ട് നിധി തേടിയിട്ട് പോവുകയല്ല. നിങ്ങൾ തന്നെ ഒരു നിധിന്റെ മേലെയാണ് കിടക്കുന്നത്. ആൻഡ് നിങ്ങളാണ് ഏറ്റവും വലിയ ഡയമണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. അതായത് എന്ന് പറഞ്ഞാല് ശരിക്കും സ്കൂളുകളിലൊക്കെ അതാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മളെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ. ഇതിപ്പോ സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ സാധാരണക്കാരനില്ല. അപ്പൊ സാധാരണക്കാരനും അറിയേണ്ടതുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അധികം പറയുന്നുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറങ്ങണുണ്ടെന്ന് വെച്ചാല് ഭൂമി മുന്നോട്ട് പോകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഭൂമി മുന്നോട്ട് പോകുന്നത്? പേടിക്കേണ്ട, ഒരു പ്രിൻസിപ്പൾ പോലും ഇതിന് ആൻസർ ഇല്ല. കാരണം സ്കൂളിൽ പഠിപ്പിക്കണില്ല അല്ല പറയാ. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മളെ പഠനത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാസ്തു എന്ന് പറയുന്നത് ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല, അതൊരു സയൻസാണ്.
അപ്പൊ എന്താവും ഓരോ വീടുകളും എന്താ നിധി കൂമ്പാരങ്ങളായി മാറും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ ആധാരം വെക്കുന്ന അല്ലെങ്കിൽ പണവും സ്വർണവും ഒക്കെ വെക്കുന്ന ആ ലോക്കർ പൂട്ടി താക്കോൽ ഒന്നിൽ കഴുത്തിലിടും, ഇല്ലെങ്കിൽ തലയിണയ്ക്ക് അടിയിൽ വെക്കും. ഇത് ആരെങ്കിലും വെക്കും. ഇത് പ്രോസ്പെരിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ്. ആണ്. പിന്നെ നമ്മളെ ഇവിടെ ഈ പറഞ്ഞ മാതിരി ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ വന്നതിന്റെ കൊണ്ടാണ് അവിടെ അതായത്. പക്ഷേ എനിക്കൊന്ന് ഫോണും തലയ്ക്കൽ വെച്ചിട്ടാണ് അല്ല കാരണം എന്ന് പറഞ്ഞാല് ഫോൺ ഇതിന്റെ മീഡിയ മാത്രമാണ്. ഉദ്ദേശം അവിടെ നമ്മളെല്ലാം പെട്ടിയിൽ വീഴാന്നുള്ള. പെട്ടിയിൽ വീണെന്നുണ്ടെങ്കിൽ അതായത് പ്രോപ്പർലി അതിനുള്ള സ്ഥലം ഒരുക്കണം, അപ്പോഴേക്കും അത് വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോന്ന് നമുക്ക് ടോയ്ലറ്റ് പോകാനൊരു സ്ഥലമില്ലേ, അപ്പൊ അങ്ങനെയാണ് കാത്ത സ്ഥലം ഉണ്ട്, എന്തുകൊണ്ട് പൈസ വെക്കാനൊരു സ്ഥലം ഉണ്ടായിക്കൂടാ? അല്ല, ഈ നെഗറ്റീവിന് സ്ഥലമുണ്ട്, അപ്പൊ പോസിറ്റീവിന് സ്ഥലം വേണ്ടേ? തീർച്ചയായിട്ടും. അവിടെ ഇവിടെയൊക്കെ ടോയ്ലറ്റ് പോയാൽ ശരിയാവുക ഇല്ല. അതേമാതിരി തന്നെ ധനം വെക്കാനും പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം വേണം. പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ എന്താ പറയുക, ഈ പറഞ്ഞ മാതിരി ഒരു പെട്ടി വെക്കണം, അത് തുറക്കണത് ഇന്ന ദിശയിലാണോ, ഇതൊക്കെ പ്രോപ്പർലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമൃദ്ധി വരും. പിന്നെ താക്കോലാണ് ഇതിന്റെ കീ, പാസ്വേഡ്. ഇത് നമ്മളെ കയ്യിൽ ഉണ്ടാകണോ, ഇത് നാട്ടുകാരെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പോയി. ഒന്ന് ലോക്കർ ഉണ്ടാകുക, രണ്ട് അതിൻ്റെ കീ നമ്മളെ കയ്യിൽ ഉണ്ടാകുക. ഇത് രണ്ടും പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു, നമ്മളെ കേരളത്തിലുള്ള പണ്ട് അങ്ങനെ തമ്പ്രാക്കളെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നില്ല. അതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ വീട് പൂട്ടാണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ അതിൻ്റെ ഒരു കീ ഉണ്ടാവും. ആ കീ പ്രോപ്പർലി നമ്മളതിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിലോ, ഇനി ആ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഞാനൊരു ഒരു 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 ലോക്കർ വെച്ച് കഴിഞ്ഞോ ലക്ഷ്മി വരും. ലക്ഷ്മിക്കുട്ടി വരും. ജോർജ് കുട്ടി വരികയാണെങ്കിലും വരും. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൽ കുറെ എന്താ സാരിയും ബ്ലൗസും ഷെഡിയും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെയാ ഞാൻ പൈസ വെക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ വാല്യൂ അത്രേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ചിലർ ഈ വീട് പൂട്ടി ഇപ്പൊ കുട്ടികളൊക്കെ വരുന്നതാണെങ്കിൽ മാറ്റിന്റെ അടിയിലും വെക്കും. ഇത് തെറ്റാണോ? തെറ്റ് എന്ന് പറഞ്ഞ ഒന്ന് സാധനം യൂണിവേഴ്സലല്ലേ, ഒക്കെ ശരിയാ. പിന്നെ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൽ നിന്ന് റിസൾട്ട് വരും. അതായത് ഇപ്പൊ നമ്മള് മാറ്റിൽ വെക്കൂ, ജീൻസിന്റെ പിറകുള്ള പോക്കറ്റിലും വെക്കൂ, ഒക്കെ വെക്കൂ. അതല്ല, അതിനൊക്കെ എന്താണ് പറയുക, ഇത് സിസ്റ്റം എന്തിനാണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള യൂസിനാണ്. ഉദാഹരണമായിട്ട് പറയാം, ഒരു 5 പെന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതണം, നമ്മൾ എടുത്തു നോക്കി ഇത് വർക്കാനില്ലല്ലോ, അപ്പോൾ അടുത്തെടുത്തു, പിന്നെ അടുത്തെടുത്തു, ഈ വീട്ടിൽ ഒരു പണ്ടാരം വർക്ക് ചെയ്യില്ല. അപ്പോഴേക്കും നമ്മളെ ലാംഗ്വേജ് മാറി, നമ്മളെ വൈബ്രേഷൻ മാറി, എല്ലാം മാറി, പുറത്തേക്ക് കൊടുത്തതും മാറി. ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ, പിന്നെ എപ്പോഴും നോക്കാം, ആ സാധനം അവിടെ സ്റ്റോപ്പ് ആവും. നേരെ കുറച്ച് ഒരു പെന്ന് പ്രോപ്പറാണ്, നല്ലതാണ്, അത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിലോ. ഇതാണ് വാസ്തു ചെയ്യുന്നത്. വാസ്തുവിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക, വേണ്ടത് ക്ലിയർ ആക്കുക, റൂട്ട് ക്ലിയർ ആകുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈം പോകില്ല, അതുമാതിരി തന്നെ അസ്വസ്ഥതകൾ ഉണ്ടായില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വെക്കും, ആരോഗ്യത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കാം. അതെ. അപ്പൊ ഈ അൺവാണ്ടഡ് ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗം വരുമായിരിക്കും എന്ന് വിചാരിച്ച് എടുത്തു വെക്കുന്ന സാധനങ്ങളും പ്രശ്നമാണോ? പിന്നെ അതാണ് ഞാൻ സാധാരണ പറയേണ്ട ഒരു സാധനം ഈ പറയണേ, ഒരു കൊടയുടെ കാലിട്ടിയാൽ മതി, ഇനി ഒരു ശീലിയും ഒരു ഇല്ലിയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. സത്യം. എന്നിട്ട് എന്താ, ഈ കൊടേന്റെ പിടി അവിടെ കൊണ്ട് വെച്ചോ. ഇനി എപ്പോഴെങ്കിലും ശീലി, ഒരു പാത്രം പൊട്ടി അതിന്റെ അടപ്പുണ്ട്, ഒരു പാത്രം കിട്ടി അത് അടച്ചു വെക്കാലോ, പാത്രം ഇവിടെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും ഒരു ഇല്ലിയും ശീലിയും കിട്ടി, ഈ സാധനം തെരഞ്ഞു നോക്കിയാൽ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അതിന് അവസാനം പുതിയ പോയിട്ട് പുറത്ത് മേടിക്കേണ്ടി വരും. ഇതാണ്. പക്ഷെ പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. പക്ഷെ പറയതാണ് യൂസ് ആൻഡ് ത്രോ, നല്ലതല്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ ലൈഫിൽ സമൃദ്ധി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇത് നല്ലത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കുറേ വന്ന് കുമിഞ്ഞു കൂടിയിട്ട് ഏറ്റവും വലിയ സ്റ്റോർ റൂമാണ് നമ്മളെ ബെഡ്റൂം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 സാധനം ഇങ്ങനെ കിടക്കുകയും ചെയ്യും. എല്ലാം പറയാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടത് ഉപയോഗിക്കുക, നീറ്റായിട്ട് വെക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒഴിവായി കളയുക. ഇന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് പഴയ അമ്മയാണ്, പഴയ അച്ഛനാണ്, പഴയ അച്ചമ്മയാണെന്നൊന്നും പറഞ്ഞിട്ടാരും പുറത്താക്കണ്ട. അല്ല, പറയണത്രയേ ഉള്ളൂ. ആവശ്യമില്ലാത്ത തുണി സാധനങ്ങൾ, ആവശ്യമില്ലാത്ത ഇതൊക്കെ ഒഴിവാക്കി വളരെ കൃത്യമായിട്ടുള്ള പ്രോപ്പറാക്കുക. പ്രോപ്പറായി കഴിഞ്ഞാൽ ഇതാവും. പിന്നെ
പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ വരിക. ഞാനൊരു ആർട്ട് ഓഫ് ലിവിങ് ടീച്ചർ അതിനെ കൊണ്ട് ഗുരുജിയെ പഠിപ്പിച്ചുകൊണ്ട് ഇത് അറിയാണ്ട് വരുന്നതായിട്ട്. കാരണം ഈ നിമിഷത്തിൽ നമുക്കതിനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. നാളെ എന്താവുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പലതും എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നാളെ നമ്മൾ ഉപയോഗിക്കുന്നു വെച്ചിട്ടാ വെക്കുക. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കാനുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറയണ അത്രയേ ഉള്ളൂ, ആവശ്യമുള്ളത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി വരിക വൃത്തിയും വെടുപ്പുള്ളവർക്കാണ്. അപ്പൊ കുറെ പഴയതും നാറിയതും ഒക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടന്ന അവിടെ ലക്ഷ്മി ഒന്നും വരില്ല. ലക്ഷ്മി പോയിട്ട് അടുത്ത ജാനേച്ചി പോലും കയറില്ല. കാരണം എന്ന് പറഞ്ഞാല് വൃത്തി വെടുപ്പ് എന്ന് പറയുന്നതാണ് ജീവിത ശൈലി. അപ്പോഴാണ് നമ്മൾക്ക് അവിടെ സമൃദ്ധി വരിക. ഇപ്പൊ നമ്മളിപ്പോ ഒരു രാത്രി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മൾ ഏത് ഹോട്ടലിലാണ് കയറിയ നല്ല വെളിച്ചവും നല്ലതിലുള്ളതാണോ, ഏതെങ്കിലും ഒരു വൃത്തി വെടുപ്പില്ലാത്ത ഒരു ഇരുണ്ട വെളിച്ചുള്ള സ്ഥലത്ത് പോകും. നല്ല വൃത്തിയുള്ള വെളിച്ചമുള്ള സ്ഥലത്ത് ഇത് ഞാൻ ലക്ഷ്മിയെ നോക്കുക. അപ്പൊ എവിടെയാണോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് അവിടേക്കാ ലക്ഷ്മിക്കുട്ടി വരിക. അപ്പൊ സംഭവങ്ങളൊക്കെ ഇതാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ, സമൃദ്ധിയിൽ ജീവിക്കണോ, സമൃദ്ധി ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വരുത്തണം. ആദ്യം ഞാൻ വൃത്തിയിലും വെടുപ്പിലാകുക, പിന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം വൃത്തിയിലും വെടുപ്പിലാകുക, പിന്നെ എൻ്റെ ചുറ്റുപാടുകളും വൃത്തിയിലും വെടുപ്പിലും ആകുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും, അവിടെ വൃത്തിയും വെടുപ്പും സമൃദ്ധി അവിടെ കയറി വരും. അല്ലേ? ഗുഡ് ഗുഡ്. ഒരു 5 സ്റ്റാർ ഹോട്ടലും നമ്മളെ തട്ടുകടിയും കണ്ടിട്ടില്ലേ? അപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ എത്തുക എന്ന് പറയുന്ന ഒരു ഊർജത്തിന്റെ ലെവലാണ്. ആ ഒരു സമൃദ്ധിയുടെ ഊർജത്തിൽ എത്തുമ്പോഴാണ് അതിലേക്ക് വരിക. ഇല്ലെങ്കിൽ തട്ടുകടയിൽ തന്നെയോ. അല്ല, അതായത് നമ്മളെ ഒരു ഗ്രോത്ത് ആണ്. അത് പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാല് ഓംഭൂഷിയാണെന്ന് പറയുന്ന ഒരു കാലത്ത്. ഇന്നിപ്പോ അതൊക്കെ മാറി. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ എത്രത്തോളം ഇതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഗുഡ്. ഇപ്പൊ അധികം ആള് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചില സാർ ഇങ്ങനെ എല്ലാ പോയിന്റൊക്കെ എന്തിനങ്ങനെ വിളിച്ചു പറയുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് കൺസൾട്ടിങ് വരുന്നതിലൊന്നും കുറയുന്നൊന്നും ഇല്ല. അല്ല പറയണത്, ചില പോയിന്റ്സ് ഒക്കെ പറയണതിൽ ഇതൊക്കെ അതുകൊണ്ട് നഷ്ടമൊന്നും വരുന്നില്ല. ഇതൊക്കെ ആയാലും ശരി, ആളുകൾ എന്നെ വിളിക്കണുണ്ട്. അല്ല, അപ്പൊ എനിക്ക് ഇത് കൊടുക്കുന്നതിനെ കൊണ്ട് യാതൊരു നഷ്ടം ഇന്ന് വരെ സംഭവിച്ചില്ല. അത് മാത്രമല്ല, ഒരുപാട് ആനന്ദം കിട്ടുമായിരുന്നു. അല്ല, അതാണ് ശരിക്കും നമ്മളെ സമൃദ്ധിയിലേക്ക് ജീവിക്കുക. ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്, ഒന്ന് ഗിവിങ്, രണ്ടെന്ന് പറഞ്ഞാൽ താങ്ക്സ് പറയുക, നന്ദി പറയൽ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമുക്ക് സമൃദ്ധി ഉണ്ടാക്കാം. അപ്പൊ ഉള്ളതിന് കാരണം നമുക്കൊരു വീടെങ്കിലും ഉണ്ട്, കുറെ ആളുകൾ ഫുട്പാത്തിലല്ലേ. അതെ. അപ്പൊ അതിനൊരു നന്ദി പറയുകയാണെങ്കിൽ അപ്പൊ അതും വീണ്ടും നമുക്കുള്ള സമൃദ്ധി വർദ്ധിക്കും.